ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പള്ളത്തി വ്ലോഗ്സ്. കുളം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടണേന്ന് കുറച്ച് കംസ് കണ്ടിരുന്നു. അതെന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട്. മുഴുവൻ കാടായിരിക്കുകയാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തുള്ള അന്തേവാസികൾ ഇതുവരെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അവർ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ പുറത്തിറങ്ങിയ ശേഷം നമുക്ക് എന്തായാലും ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വാട്ടർഫോളൊക്കെ ഇപ്പോൾ കുറേ നാളായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയാണ്. സോ അതുകൊണ്ട് അവിടെ മുഴുവൻ കാടായിട്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും. കുളത്തിൻ്റെ അടിയിലെ അവസ്ഥ ഇതാണ്. കോഴിക്കാർക്ക് ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ബാക്കി എല്ലാം പോയി. ഇപ്പോൾ ഈ വാട്ടർഫോൾ സെറ്റ് ചെയ്ത വീഡിയോയ്ക്ക് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ കാര്യമൊന്നും പ്രശ്നമാക്കണ്ട. കുറച്ച് ക്രിയേറ്റിവിറ്റി, കുറച്ച് പൈസയും മുടക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടൊരു കുളം ഉണ്ടാക്കാം. വീട്ടുകാരുടെ സമ്മതമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കെങ്കിലും സമ്മതം ആയിക്കോളൂ. ഇനിയും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കുളം സെറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ഐറ്റം വാങ്ങാൻ വേണ്ടി നമ്മൾ നേരെ ഒരു സ്റ്റേഷനറി കടയിലോട്ട് പോകാം. ഇവിടുന്ന് നമ്മൾ 100 ml ഈ ഒരു സൈസിൽ തെർമോക്കോൾ വാങ്ങുന്നു. ഇതിന് 260 രൂപയാണ് ഇവിടെ. പിന്നീട് നമ്മളൊരു 10 കിലോ സിമെൻറ്റ് വാങ്ങുന്നുണ്ട്. പിന്നെ നേരെ ഷോറൂമിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പെയിൻറ്റും കുറച്ച് പഴയ ബ്രഷും എടുക്കുന്നു. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പോർഷനെല്ലാം ഞാൻ മുന്നേ ഇവിടെ വാങ്ങിയിരുന്ന തെർമോക്കോളിൻ്റെ ഒരു ബാലൻസ് ആണ്. അത് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പോർഷൻ ഇതിൻ്റെ മുകളിൽ വെക്കും. അതിന് മുകളിലായിട്ട് ഈ ചെറിയ പോർഷൻസ് എല്ലാം വെച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ വാട്ടർഫോൾ എല്ലാം സെറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചെറുതാണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും വലിപ്പം വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തെർമോക്കോൾ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തു. ഈ ഒരു പാർട്ട് ഇതിന് മുകളിലായിട്ട് വെക്കുന്നു. എന്നിട്ട് ഈ ചെറിയ പാർട്ടൊക്കെ നമ്മൾ മുകളിലായിട്ട് വെക്കുന്നു. ഇത്രയും ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ചെടി നടാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലായിരിക്കും നമ്മുടെ കുളം വരുന്നത്. പിന്നെ ഈ മുകളിലിരിക്കുന്ന പാർട്ടിൽ നടുക്ക് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ വെച്ച് വാട്ടർഫോളിന് ഒരു സ്റ്റെപ്പും കൂടെ കൂട്ടാം. ഈ പാർട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഈ താഴത്തെ പാർട്ടിൽ ഉൾവശം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ആഴം കിട്ടാൻ വേണ്ടിയാണ് കുളത്തിന്. അപ്പോൾ ഈ ഒരു പാർട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഉൾഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പണി കിട്ടി. 2 ഭാഗത്തായിട്ട് ചെറിയതായിട്ട് പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മളത് ഫിക്സ് ചെയ്യുമ്പോഴത്തേനും നമുക്കത് മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു പാർട്ട് ഇതിന് മുകളിലോട്ട് വെക്കാം. അങ്ങനെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലുള്ള ഈ പോർഷൻ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊരു ഭാഗം എങ്കിലേ ഒരു ചെറിയ ആഴം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയ പോർഷനിൽ മാത്രമേ മീനുകൾക്ക് കിടക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇതിനകത്തോട്ട് ഉറപ്പിക്കണം. ഈ പാർട്ട് നമുക്ക് വാട്ടർഫോളിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഈ മുകളിലിരിക്കുന്ന പാർട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഈർക്കിലാണ്. ഈർക്കിൽ ഇതിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ഉറച്ചിരുന്നോളും. പിന്നെ നിങ്ങൾക്ക് പശ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. അതിൻ്റെ ഈ ഒരു നീളത്തിൽ ഈർക്കിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ഈർക്കിൽ വെച്ച് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമ്മൾ ചെടി നടാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടെ ആഴത്തിൽ കുഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ബാലൻസ് വന്ന പോർഷൻ നമ്മളിവിടെ കുഴിച്ച് വാട്ടർഫോളിന് വേണ്ടി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന് മുകളിൽ ഈ ഒരു പോർഷൻ നമ്മൾ ഇതിൻ്റെ ഒരു വാട്ടർഫോളിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഈ മുകളിലുള്ള പാർട്ടിൽ നമ്മൾ ഉൾഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി വെള്ളം ഫ്ലോ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതും ഈർക്കിൽ വെച്ച് ഫിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ 2 തട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റൊക്കെ ഇത്രത്തോളം കാണും. അതിലുള്ള ചില പോർഷൻസൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം ഇതിനകത്ത്.
അങ്ങനെ തെർമാക്കോളിലുള്ള എല്ലാ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂട് കൊടുത്ത് ഇതൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇത്രയും വേസ്റ്റ് വരും. ഇതെല്ലാം നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര വിഷയമായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രൗട്ട് അടിച്ചു കൊടുക്കാം. അങ്ങനെ ഗ്രൗട്ടിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് സിമെൻറ്റ് തേച്ചു. ഇനി ഒരു കോട്ടും കൂടെ നമുക്ക് ഇതിനകത്ത് ഗ്രൗട്ട് ചെയ്യണം. കാരണം വെള്ളത്തിൻ്റെ ചോർച്ചയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സിമെൻറ്റ് കൊണ്ടുള്ള പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് സെറ്റായിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പിന്നെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫൈനലി നമ്മുടെ കുളത്തിൻ്റെ പണി മുഴുവനും കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഫുള്ള് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉൾവശത്ത് നിങ്ങൾ സിമെൻറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിരിക്കണം. കാരണം ഈ ഇടഭാഗത്ത് നമ്മൾ വേറെ പശയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പശ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ ഞാനിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ടൈലിൻ്റെ ഒരു ചെറിയ കഷ്ണം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ വെച്ചിരുന്നു ഒരു ഫോഴ്സ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ എന്താണ്ട് ഈ ഒരു ഭാഗത്തും എന്താണ്ട് ഈ ഒരു പോർഷനിലായിട്ടും ഞാൻ 2 കുഴിയിട്ടിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മുടെ വാട്ടർ പമ്പിന് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മീനെ ഇടുക എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ആ പരിപാടിയിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ ഒരു വാട്ടർ പമ്പാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിന് ഏകദേശം 350 രൂപ അടുപ്പിച്ചൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ വില. ഇതിന് വലിയ രീതിയിലുള്ളൊരു ഫോഴ്സ് ഇല്ല, പക്ഷേ ചെറിയ പോണ്ടിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മരത്തിലും മതിലിൻ്റെയും സൈഡിലൊക്കെ വളരുന്ന മോസും ഫേൺസും ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയ കുളം റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കളക്ട് ചെയ്ത മോസ് ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കാം. നല്ല രീതിയിൽ മോസ് ഇവിടെ നിന്ന് വളർന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ച് മാത്രമേ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിൽ മീനിനെ ഇടാം. പിന്നെ ഇത് എൻ്റെ ഐഡിയയിലാണ് ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഐറ്റംസ് വെച്ച് നിങ്ങളുടെ ആയിട്ടുള്ള ഐഡിയയിൽ ക്രിയേറ്റിവിറ്റിയിലൊക്കെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വാട്ടർഫോളിനെ സ്വിച്ച് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ സ്ഥലമില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലൊരു കൊച്ചു കുളം സെറ്റ് ചെയ്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ അറിയിക്കുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.